കൊച്ചി സ്വദേശി സുഭദ്രയെ കൊലപ്പെടുത്തിയത് തലയണ മുഖത്ത് അമർത്തി ശ്വാസം മുട്ടിച്ചും പിന്നാലെ ഷോൾ ഉപയോഗിച്ച് കഴുത്തിൽ മുറുക്കിയും. കേസിലെ ഒന്നാം പ്രതി കൊച്ചി മുണ്ടംവേലി നട്ടച്ചിറയിൽ 52 വയസ്സുകാരിയായ ഷർമിള, രണ്ടാം പ്രതി ഭർത്താവ് ആലപ്പുഴ കാട്ടൂർ പള്ളിപ്പറമ്പിൽ 35 വയസ്സുകാരനായ മാത്യൂസ് എന്നിവരെ കൊലപാതകം നടന്ന കോർത്തുശ്ശേരിയിലെ വാടക വീട്ടിലെത്തിച്ച തെളിവെടുക്കുമ്പോഴാണ് ഈ വിവരങ്ങൾ കൂസലില്ലാതെ വെളിപ്പെടുത്തിയത്. കൊച്ചി കരിത്തല റോഡ് സ്വദേശി ശിവകൃപയിൽ സുഭദ്രയെ കഴിഞ്ഞ ഓഗസ്റ്റ് 4 മുതൽ കാണാനില്ലെന്ന മകന്റെ പരാതിയിൽ നടത്തിയ അന്വേഷണത്തിലാണ് കോർത്തുശ്ശേരിയിൽ പ്രതികൾ താമസിക്കുന്ന വീടിന് സമീപം കുഴിച്ചിട്ട നിലയിൽ ഇവരുടെ മൃതദേഹം കണ്ടെത്തിയത്. തലയണ ഉപയോഗിച്ച് ശ്വാസം മുട്ടിച്ചപ്പോൾ സുഭദ്ര ചെറുത്തു. പിടിവലിക്കിടെ കട്ടിലിൽ നിന്നും താഴെ വീണു. അതോടെയാണ് കഴുത്തിൽ ഷാളിട്ട് ഇരുവരും ചേർന്ന് വലിച്ചത്. അമർന്ന് കിടന്നിരുന്ന സുഭദ്രയുടെ മുതുകിൽ ചവിട്ടി നിന്നാണ് ഇത് ചെയ്തതെന്നും പ്രതികൾ പോലീസിനോട് പറഞ്ഞു. ശ്വാസം മുട്ടിക്കാൻ ഉപയോഗിച്ച തലയണ വീട്ടിൽ നിന്ന് 80 മീറ്റർ മാറിയുള്ള തോട്ടിൽ നിന്നും മാത്യൂസ് കണ്ടെടുത്തു കൊടുത്തു. ഇതിൽ രക്തക്കറയുണ്ടായിരുന്നു. വീടിന്റെ അടുക്കളയ്ക്ക് പിന്നിലായി സുഭദ്രയുടെ വസ്ത്രങ്ങൾ കത്തിച്ച സ്ഥലവും കൊലപാതകവും ജഡം കുഴിച്ചിട്ട രീതിയും പ്രതികൾ പോലീസിന് കാണിച്ചു കൊടുത്തു. 8 വരെ പോലീസ് കസ്റ്റഡിയിൽ ലഭിച്ച പ്രതികളെ ഇന്നലെ ഉച്ചക്ക് 2:30യോടെയാണ് ഇവിടെ തെളിവെടുപ്പിന് കൊണ്ടുവന്നത്. തുടർന്ന് രാത്രിയോടെ കർണാടകയിൽ ഉടുപ്പിയിലേക്ക് കൊണ്ടുപോയി. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. കൊലപാതകത്തിന് ശേഷം ഉടുപ്പിയിലേക്ക് കടന്ന ഇവർ സുഭദ്രയുടെ സ്വർണ്ണാഭരണങ്ങൾ വിറ്റ കടയിലും തിരിച്ചെത്തി ഒളിവിൽ കഴിഞ്ഞ കൊച്ചി തോപ്പുംപടിയിലെ വീട്ടിലും തെളിവെടുപ്പ് നടത്തും. ഇരുവരുടെയും തെളിവെടുപ്പ് പൂർത്തിയാക്കിയ ശേഷം മൂന്നാം പ്രതി റെയ്നോൾഡിനെ കസ്റ്റഡിയിൽ കിട്ടാൻ പോലീസ് കോടതിയിൽ അപേക്ഷ നൽകും. കൊലപാതകത്തിലെ കൂട്ടുപ്രതിയാണ് മാത്യൂസിന്റെ ബന്ധുവായ ഇയാൾ. കോടതിയിൽ നിന്നും പുറത്തിറങ്ങുമ്പോൾ താൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്നും ബഹളം വെച്ച ഷർമിള ഇടക്ക് കരയുകയും കുഴഞ്ഞു വീഴുന്നതായി ഭാവിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ കോർത്തുശ്ശേരിയിലെ വീട്ടിലെത്തിച്ചപ്പോൾ നിർവികാരിയായാണ് കൊലപാതക വിവരങ്ങൾ വിശദീകരിച്ചത്. സുഭദ്ര ധരിച്ചിരുന്ന സ്വർണ്ണാഭരണങ്ങൾ കരസ്ഥമാക്കാൻ വേണ്ടിയായിരുന്നു കൊലപാതകമെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. പ്രതികൾ പ്രതീക്ഷിച്ചത്ര സ്വർണം പക്ഷേ ലഭിച്ചില്ല. ആകെ കിട്ടിയത് 3 പവൻ, അരപ്പവനിൽ താഴെ തൂക്കമുള്ള 4 വളകൾ, മൂക്കുത്തി, മോതിരം, മാല എന്നിവയാണ് സുഭദ്ര ധരിച്ചിരുന്നത്. മാല മുക്കുപണ്ടമായിരുന്നു. സുഭദ്രയിൽ നിന്നും പ്രതികൾ പണം കടം വാങ്ങിയിരുന്നോ എന്നും അന്വേഷിക്കുന്നുണ്ട്. ഇല്ലെന്നാണ് ഇവർ പറഞ്ഞതെങ്കിലും പോലീസ് വിശ്വസിച്ചിട്ടില്ല. വളരെ കുറച്ച് സ്വർണത്തിന് വേണ്ടി മാത്രമാകില്ല കൊലപാതകമെന്ന് സംശയമുണ്ട്. വിശദമായ ചോദ്യം ചെയ്യലിൽ കൂടുതൽ വ്യക്തത ലഭിക്കുമെന്നും പോലീസ് പറയുന്നുണ്ട്. കോടതിയിൽ നിന്നും പുറത്തിറങ്ങവേ താൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്നും മാധ്യമങ്ങളോട് പറഞ്ഞ ഷർമിള കോർത്തുശ്ശേരിയിലെത്തിച്ചപ്പോൾ നിശബ്ദയായിരുന്നു. ചായയിൽ ഉറക്കഗുളികൾ കലക്കിയാണ് സുഭദ്രക്ക് നൽകിയതെന്ന് പ്രതികൾ പോലീസിനോട് പറഞ്ഞു. എന്നാൽ ഇടക്ക് ബോധം വീണ സുഭദ്ര തന്റെ സ്വർണ്ണാഭരണങ്ങൾ നഷ്ടപ്പെട്ടെന്ന് മനസ്സിലാക്കിയതോടെ ദേഷ്യപ്പെടുകയും പോലീസിൽ അറിയിക്കുമെന്ന് പറഞ്ഞു. ഹാളിലെ കട്ടിലിലാണ് സുഭദ്ര കിടക്കാറുള്ളത്. കൊലപാതകം നടത്തിയതും ഇവിടെ വെച്ച് തന്നെ. തലയണ ഉപയോഗിച്ച് ശ്വാസം മുട്ടിക്കാനുള്ള ശ്രമത്തിനിടെ തലയണയിൽ രക്തക്കറ പുരണ്ടു. രാത്രി മൃതദേഹം കുഴിച്ചിട്ട ശേഷം തലയണ വീടിന് സമീപത്തെ തോട്ടിൽ ഉപേക്ഷിക്കുകയായിരുന്നു. സമീപത്തെ മറ്റൊരു തോട്ടിൽ മുത്തുമാല ഉപേക്ഷിച്ചതായി മാത്യൂസ് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് തിരച്ചിൽ നടത്തിയെങ്കിലും കിട്ടിയില്ല. വാടക വീടിന്റെ അടുക്കള ഭാഗത്ത് വടക്ക് പടിഞ്ഞാറ് മൂലക്ക് സുഭദ്രയുടെ വസ്ത്രങ്ങൾ കത്തിച്ച ശേഷം അവശിഷ്ടങ്ങൾ കുഴിച്ചു മൂടിയ സ്ഥലവും പ്രതികൾ കാണിച്ചു കൊടുത്തു. ആദ്യം മാത്യൂസിനെയും പിന്നാലെ ഷർമിളയെയും എത്തിച്ചാണ് തെളിവെടുപ്പ് നടത്തിയത്.